ജാഗ്രത മറന്ന മലയാളി പിടിമുറുക്കുന്ന കോവിഡ്. രാജ്യത്തെ കോവിഡ് ബാധിതരുടെ എണ്ണത്തിൽ വൻ വർധന. 24,850 പുതിയ കേസുകൾ. 24 മണിക്കൂറിൽ 613 മരണം. വിവരങ്ങളുമായി രാകേഷ് ചേരുന്നു. രാകേഷ്, ശുഭകരമായ വാർത്തകളും വിവരങ്ങളൊന്നുമില്ല ഒരിടത്തു നിന്നും എന്നത് ഉറപ്പാണ്. എന്താണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്? വിശദാംശങ്ങൾ എന്താണ്? സനീഷ, ഈ കോവിഡ് സംഭവിച്ചതിന് ശേഷം, കോവിഡ് രോഗം പടർന്നു പിടിച്ചതിന് ശേഷം രാജ്യത്ത് ഏറ്റവും കൂടുതൽ കേസുകളും ഏറ്റവും കൂടുതൽ മരണവും റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് കഴിഞ്ഞ ഒരു ദിവസത്തിനിടെയാണ്. 24,850 പേർക്കാണ് ഇപ്പോൾ കഴിഞ്ഞ ഒരു ദിവസത്തിനിടെ രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഒപ്പം 613 പേർ മരിക്കുകയും ചെയ്തിരിക്കുന്നതെന്നാണ് ഏറ്റവും ഒടുവിൽ ആരോഗ്യ മന്ത്രാലയം പുറത്തുവിട്ട കണക്കുകൾ വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളെ എല്ലാം അപേക്ഷിച്ച് ഉയർന്ന മരണനിരക്കും ഒപ്പം തന്നെ രോഗികളുടെ എണ്ണത്തിലും വലിയ വർധനവ് ഉണ്ടായിരിക്കുന്നു. ആകെ രോഗികളുടെ എണ്ണം 6,73,165 എന്ന നിലയിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുകയാണ്. ഇതിൽ 4,09,083 പേർ രോഗമുക്തരായിട്ടുണ്ട്. മൊത്തം രാജ്യത്ത് ഇതുവരെ കോവിഡ് ബാധിച്ച് 19,268 പേർ മരിച്ചു എന്നാണ് ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്കുകൾ വ്യക്തമാക്കുന്നത്. 60% ആളുകൾ ഇപ്പോൾ രോഗമുക്തി നേടി എന്ന് പറയുമ്പോൾ പോലും മിക്ക സംസ്ഥാനങ്ങളിലും ഈ രോഗം വ്യാപനം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ച് മഹാരാഷ്ട്ര അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ റെക്കോർഡ് വർധനവാണ് ഇന്നലെ ഉണ്ടായിട്ടുള്ളത് എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അതായത് മഹാരാഷ്ട്രയിൽ 7,074 പേർക്കാണ് ഇന്നലെ രോഗം സ്ഥിരീകരിച്ചത്. ഇത് മഹാരാഷ്ട്രയുടെ ഈ കോവിഡ് പടർന്നു പിടിച്ച ശേഷം മഹാരാഷ്ട്രയിലും ഇത്രയധികം കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് ആദ്യമായാണ്. ഇതിനു പുറമെ തമിഴ്നാട്ടിലും സമാനമായ രീതിയിൽ കേസുകളുടെ എണ്ണത്തിൽ വലിയ വർധനവുണ്ടായിരിക്കുന്നു. 4,280 പേർക്കാണ് തമിഴ്നാട്ടിൽ രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത്. കർണാടകയിൽ ആദ്യഘട്ടങ്ങളിലൊന്നും തന്നെ വലിയ രീതിയിൽ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നില്ലെങ്കിൽ ഇന്നലെ കർണാടകയിലും റെക്കോർഡ് കേസുകൾ സ്ഥിരീകരിച്ചു. 1,839 പേർക്കാണ് കർണാടകത്തിലും രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഏതായാലും മഹാരാഷ്ട്ര അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ഇപ്പോഴും രോഗികളുടെ എണ്ണത്തിൽ വലിയ വർധനവുണ്ടാകുന്നു. അത് തന്നെയാണ് ഇപ്പോൾ ദേശീയ കണക്കുകളിലും പ്രതിഫലിച്ചുകൊണ്ടിരിക്കുന്നത്. രാകേഷ്, ഈ പറഞ്ഞ സംസ്ഥാനങ്ങളിൽ നിന്ന് നേരത്തെ മുതൽ തന്നെ കോവിഡിന്റെ കാര്യത്തിൽ ആശങ്കാകരമായ സാഹചര്യത്തിലേക്ക് വളർന്നുകൊണ്ടിരുന്ന ഈ സംസ്ഥാനങ്ങളിൽ, മഹാരാഷ്ട്ര, തമിഴ്നാട് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്ന് എന്തെങ്കിലും തരത്തിലുള്ള, അതായത് രോഗവ്യാപനം സംബന്ധിച്ച് എന്തെങ്കിലും പോസിറ്റീവായിട്ടുള്ള വാർത്തകളുണ്ടോ? അതായത് അതിനെ പ്രതിരോധിക്കുന്നതിലുള്ള ഇടപെടലിലോ മറ്റോ? അതുപോലെ ഈ മരണസംഖ്യ എവിടങ്ങളിലാണ് ഉയരുന്നത് എന്നത് സംബന്ധിച്ച് കണക്കുകൾ നമ്മുടെ കൈവശമുണ്ടോ? ഈ പ്രായവ്യത്യാസമില്ലാതെയാണോ രോഗവും മരണവും ബാധിക്കുന്നത്? സനീഷ്, മഹാരാഷ്ട്രയിൽ മരണനിരക്കിലടക്കം നേരിയ തോതിലുള്ള കുറവുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു. പക്ഷേ ഇന്നലത്തെ കണക്കുകൾ മഹാരാഷ്ട്ര കാര്യത്തിലെടുക്കുമ്പോൾ 295 പേരാണ് മഹാരാഷ്ട്രയിൽ മരിച്ചിട്ടുള്ളത്. ഒപ്പം തന്നെ ഡൽഹി അടക്കമുള്ള, നേരത്തെ ഡൽഹി വലിയ രീതിയിൽ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുത്ത സംസ്ഥാനമാണ്. പക്ഷേ ഡൽഹിയിൽ നേരത്തെ കഴിഞ്ഞ ആഴ്ചകളെ അപേക്ഷിച്ച് ഡൽഹിയിൽ ചെറിയ കുറവ് രോഗികളുടെ എണ്ണത്തിൽ ഉണ്ടായിട്ടുണ്ട്. 2,505 കേസുകളാണ് ഡൽഹിയിൽ സ്ഥിരീകരിച്ചത്. ഇപ്പോഴും പക്ഷേ ഒരു സാധാരണ നിലയിലേക്കോ അല്ലെങ്കിൽ കാര്യങ്ങൾ നിയന്ത്രണ വിധേയമായി എന്നിവിടങ്ങളിലൊന്നും തന്നെ പറയാൻ സാധിക്കില്ല. പക്ഷേ മഹാരാഷ്ട്രയുടെ കാര്യമെടുക്കുമ്പോൾ ധാരാവി അടക്കമുള്ള മേഖലകളിൽ കേസുകളുടെ എണ്ണത്തിൽ കുറവ് വന്നിട്ടുണ്ട് എന്നുള്ളത് വലിയ ആശയ്ക്ക് വക നൽകുന്ന സാഹചര്യമാണ്. പക്ഷെ അവിടെയും കാര്യങ്ങൾ നിയന്ത്രണ വിധേയമായിട്ടില്ല. അതിന് ഇനിയും സമയമെടുക്കുമെന്ന് തന്നെയാണ് ഈ കണക്കുകൾ വ്യക്തമാക്കുന്നത്. പ്രത്യേകിച്ച് മഹാരാഷ്ട്രയുടെ ഇന്നലത്തെ ഒരു കണക്കെടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ കേസുകൾ അവിടെ റിപ്പോർട്ട് ചെയ്യപ്പെടുമ്പോൾ സാധാരണ നിലയിലേക്ക് സാഹചര്യങ്ങൾ എത്താൻ ഇനിയും സമയമെടുക്കും തന്നെയാണ് വ്യക്തമാക്കുന്നത്. സനീഷ്, ശരി, നന്ദി രാകേഷ് വിവരങ്ങൾക്ക്. സമൂഹ വ്യാപനത്തിനരികെ കേരളം, തലസ്ഥാനത്ത് സ്ഥിതി സങ്കീർണമെന്ന്